നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നു, ആ ട്രേഡ് നിങ്ങൾ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ തന്നെ അത്യാവശ്യം മൂവ് ആവുന്നു, പ്രോഫിറ്റും കാണുന്നു, എന്നാലും ആ ട്രേഡ് ലോസിൽ ക്ലോസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? യെസ്, ഇതിന് കാരണം പക്ക ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ലാത്തതാണ്. ഒരു ട്രേഡ് നമ്മുടെ അഗെയിൻസ്റ്റ് പോകുമ്പോൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്ത് ലോസ് ചുരുക്കുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ട്രേഡ് നമ്മുടെ ഫേവറിൽ പോകുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ രണ്ട് വഴിയുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ നമുക്കൊരു എക്സിറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. ട്രേഡ് നമുക്ക് അഗെയിൻസ്റ്റ് പോകുമ്പോൾ സ്റ്റോപ്പ് ലോസ് ലെവൽ എത്തുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് ആവും. ട്രേഡ് നമ്മുടെ ഫേവറിൽ പോകുമ്പോൾ ടാർഗറ്റ് ലെവൽ എത്തുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് ആവും. ഇത് രണ്ടും ട്രേഡിൽ കയറുമ്പോൾ തന്നെ പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. സ്റ്റോപ്പ് ലോസ് എത്രയാണോ അതിൽ നിങ്ങളുടെ റിസ്ക് റിവാർഡ് സ്ട്രാറ്റജി അനുസരിച്ച് ടാർഗറ്റും പ്ലാൻ ചെയ്യണം. ഇനി ഇവിടെ രണ്ട് രീതിയിൽ ഈ ടാർഗറ്റ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാം. നമ്പർ 1, വളരെ സിമ്പിളാണ്. നമ്മൾ പ്ലാൻ ചെയ്ത ടാർഗറ്റ് എത്തുന്ന സമയത്ത് നോ മാറ്റർ വാട്ട് എന്ത് സംഭവിച്ചാലും അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പുറത്തിറങ്ങുക. വളരെ സിമ്പിളാണ്, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. പക്ഷെ ചില സമയം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഈ പ്രൈസ് നമ്മുടെ ട്രേഡിന്റെ ഡയറക്ഷനിൽ തന്നെ കുറെ കൂടെ മൂവ് ആവും. അപ്പം നമുക്ക് തോന്നും, അയ്യോ നല്ലൊരു ട്രേഡ് ആയിരുന്നു, അത് മിസ്സായി പോയി, കുറെ കൂടെ പ്രോഫിറ്റ് കിട്ടാനുള്ളതായിരുന്നു, ഇപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി പോയി എന്നുള്ള രീതിയിൽ ഫീൽ ആവും. സോ നെക്സ്റ്റ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ടാർഗറ്റ് എത്തിയാലും അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ കൂടുതൽ ലാഭം കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആയി കിട്ടിയ പ്രോഫിറ്റും പോയി അവസാനം ലോസിൽ ബുക്ക് ചെയ്യേണ്ടി വരും. ഈ ഒരു സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാനാണ് നമ്പർ 2 പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ്. ഇവിടെ ട്രേഡ് നമ്മുടെ ഫേവറിൽ പോകുമ്പോൾ ടാർഗറ്റ് എത്തുന്ന സമയത്ത് 50% പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ബാക്കി 50% പൊസിഷന്റെ സ്റ്റോപ്പ് ലോസിനെ മോഡിഫൈ ചെയ്ത് നമ്മുടെ ബൈയിങ് പ്രൈസിന്റെ മുകളിലേക്ക് കയറ്റി വെക്കുക. ഇപ്പോൾ ടെക്നിക്കലി ഇനി ഈ ട്രേഡ് റിസ്ക് ഫ്രീ ആണ്. എന്ത് സംഭവിച്ചാലും ഇനി ഈ ട്രേഡ് നമ്മൾ പ്രോഫിറ്റിൽ മാത്രമേ ക്ലോസ് ചെയ്യത്തുള്ളൂ. അതിനുശേഷം മാർക്കറ്റിന്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ട് ഇത് എത്രത്തോളം മുകളിലോട്ട് പോകുന്നോ മാക്സിമം ട്രെയിൽ ചെയ്ത് അതിന്റെ മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ രണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്യുക, അതിനെ മാക്സിമം മാസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.